ഇനിയും പറയും വേങ്ങര. നിങ്ങൾക്കത് പറയാൻ പോലുള്ള അവകാശമില്ല. നിങ്ങൾ ആദ്യം കൊല്ലത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നു, പിന്നെ കോഴിക്കോട്ടുനിന്ന് ഒരാളെ കൊണ്ടുവന്നു, മഞ്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നു, മലപ്പുറത്ത് കൊണ്ടുവന്നു, അവസാനം വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഞങ്ങളോട് ചൂടായിട്ടെന്താ കാര്യം? നിങ്ങളിപ്പോ ഈ ടൗണ് മുഴുവൻ ഓടുക. ഞങ്ങളൊക്കെ രാവിലെ ഓടുന്ന ആരോഗ്യത്തിനാ. നിങ്ങളിത് ആളെ കാണിക്കാൻ ഓടണേ. സാധാരണ ഓടാത്ത ഓടിയാൽ ദേഷ്യം വരുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ മുഖത്തൊക്കെ ചോര വാർന്നു തുടങ്ങി. ഞാൻ ശീലമില്ലാത്ത കാര്യമാണ്. സാധാരണ നിങ്ങൾ AC കാറില് ടാറ്റ കൊടുത്തു പോയിരുന്ന ആളുകളാ. ഇന്നെന്തേ നിങ്ങൾക്ക് ഇതിന്നൊക്കെ മടുത്ത് ഇവിടെ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങല്ലേ? സബാഹിന് എല്ലാ വീട്ടിലും കയറി ഇറങ്ങാം. കാരണം LDF മുന്നണിയുടെ ഭാഗമായി നേതാക്കളുണ്ട് ഞങ്ങളെ കൂടെ. നിങ്ങളെ വിലയേറിയ വോട്ടുകൾ എത്ര പ്രാവശ്യം നിങ്ങൾ അവർക്ക് കൊടുത്തു? ഒരു മടിയില്ലാതെ ഒരു പുച്ഛഭാവത്തിലല്ലേ നിങ്ങൾ പോയത്? ഞങ്ങളൊക്കെ കളിയാക്കി. വികസനം കൊണ്ടുവരാൻ അറിയില്ല, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വിവരം. ഇതൊക്കെ ഞങ്ങൾക്ക് ആർക്കും വിവരമില്ല എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന കാര്യങ്ങൾ മുഴുവൻ സ്വകാര്യ മേഖലയിലായിക്കോട്ടെ. ഞങ്ങളാരും നിങ്ങളിരുന്ന് 10 രൂപ വാങ്ങിയിട്ടില്ല. നിങ്ങളിവിടെ പിരിവ് നടത്തി സർക്കാർ തലത്തിൽ കൊണ്ടുവന്ന മലബാർ കോളേജ് നിങ്ങൾ ഒറ്റക്കാക്കി. 16 പേര് പറഞ്ഞോ, 7 പേരാണ് നിങ്ങളെ കയ്യിലാക്കിയത്. എന്നിട്ട് 50 ലക്ഷം വെച്ച് അവിടുത്തെ ഓരോ സീറ്റിനും നിങ്ങൾ പൈസ വാങ്ങുക. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയും. ഞങ്ങൾ എന്തിനാ കുറ്റം പറയുന്നത്? സ്വന്തമായിട്ട് ഒരു സ്കൂളില് സ്പോർട്സ് നടത്താൻ സൗകര്യമില്ലാത്ത വേങ്ങരയാണത്. നിങ്ങളെ സ്റ്റാർ മണ്ഡലം ഒരു സ്കൂളിലും ഒരു സ്പോർട്സ് നടത്താൻ സ്ഥലമില്ല. ആ സ്പോർട്സ് നടത്തുന്നത് എവിടെയും നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ആ പേര് കേട്ടാൽ നിങ്ങൾക്ക് കലി തുടങ്ങി. ഞങ്ങൾ എന്താ ഇത് ചെയ്യണേ? നിങ്ങൾക്ക് കലി കൂടിയെന്ന് ഞങ്ങൾക്ക് യാതൊന്നും നിവൃത്തിയില്ല. ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഈ 9-ാം തീയതി വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പ്രാവശ്യം വിളിച്ച മത നേതാക്കളെ വിളിച്ചതിന്റെ മേലെ നിങ്ങൾ വിളിക്കും, യാതൊരു സംശയമില്ല. അതിന് മാത്രം വേർക്കുന്നുണ്ട് നിങ്ങള്. വേർപ്പിന്റെ അസുഖം നിങ്ങൾക്ക്. അതിന് സബാഹിനെ LDFനെ നിങ്ങൾ കുറ്റം പറയണ്ട. നിങ്ങൾ പറയുന്ന ഭാഷ ഒന്നും പറയില്ല. അത് നിങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാ. 2,10,000 വോട്ടർമാരുള്ള വേങ്ങരയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിനെ കിട്ടാത്തതിന് സബാഹിനെയോ LDFനെയോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്ത് നിങ്ങൾ യോഗ്യരായ ആൾക്കാർ ഇവിടെ ഇല്ലേ? വേങ്ങര അങ്ങാടിയിലേക്കുള്ള സ്റ്റാച്യുവിനുള്ള മത്സരമാണ് നിങ്ങൾ വീണ്ടും പറയുന്നു. യൂത്ത് ലീഗിന്റെ നേതാവ് ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്തു കൂടിയായ ഷെരീഫ് കുറ്റൂർ പറഞ്ഞതാ, ഞങ്ങൾ ഗ്രൗണ്ട് ഉണ്ടാക്കാനല്ല ആശുപത്രി ഉണ്ടാക്കാനാണ്. ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഭാഷയാണത്. ആശുപത്രി ഉണ്ടാക്കാനാണ് നിങ്ങൾ മത്സരിക്കുന്നത്. ആശുപത്രി ഉണ്ടാക്കാൻ രോഗം വരാതെക്കാനാണ് ഞങ്ങൾ ഈ ജനതയെ കൊണ്ടുപോകും. നല്ല സ്കൂളുകൾ, നല്ല ഗ്രൗണ്ടുകൾ, നല്ല ആശുപത്രികൾ സൗജന്യ മേഖലയിൽ നിങ്ങൾ സേവനം ചെയ്ത് ഈ നാടിനെ നിങ്ങൾ സേവനം ചെയ്ത അവരുടെ എന്താ ഹതഭാഗ്യരായ ഈ രോഗികളുടെ കണ്ണീര് വിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. അതിന് പിരിവ് നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങളതല്ല. സൗജന്യ സേവനം ചെയ്യണം എന്ന് വിചാരിച്ചു വന്ന ആളുകളാണ്. നല്ല ഹോസ്പിറ്റൽ, ഹൈടെക് ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഹൈടെക് സ്കൂളുകൾ, അല്ലാതെ നിങ്ങളെ പോലെ മലബാർ കോളേജ് കീശിയിലാക്കിയാണ് അതിന്റെ പൈസ അടിച്ചു മാറ്റി പോകുന്ന ആളുകളല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കിട്ടേണ്ട കോളേജാണ് മലബാർ കോളേജ്. ഒരു ഉളുപ്പില്ലാതെ അത് കയ്യിലാക്കിയിട്ട് അതിനിങ്ങനെ ചിരിച്ചിരിക്കുക. ഈ ഇലക്ഷനെ സംബന്ധിച്ച് എന്തേ നിങ്ങൾക്ക് ഇത്ര ബേജാറ് തുടങ്ങിയപ്പോ? ഇപ്പോഴും ഓടാണല്ലോ. ഈ രാവ് മുഴുവൻ നിങ്ങൾ റോട്ടിൽ കിടന്ന് ഓടുന്നുണ്ട്. ഇന്നോട് ചൂടായിട്ട് കാര്യമില്ല. ഈ ജനതയോട് നിങ്ങൾ ചെയ്ത തെറ്റാണത്. ഇവിടുത്തെ ആണും പെണ്ണും കൂടെ യൂത്ത് അടക്കം നിങ്ങളോട് ചോദ്യം ചെയ്യും. ഒന്നും കണ്ടുവരാതെ എവിടെയെങ്കിലും 2 ജിമ്മിന്റെ മെഷീൻ കൊണ്ടുവച്ചാൽ ഇതാണ് ജിം എന്ന് പറയുന്നതല്ല. അത് ആദ്യം പഠിക്കും. ഒരു വലിയൊരു കുളണ്ട് വേങ്ങര, അവിടെ കൊണ്ടുപോയി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി കാണാം. ഫോട്ടോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. വലിയൊരു കുളം, നാട്ടിലുള്ള എല്ലാ വേസ്റ്റും ആ കുഴി കൊണ്ടുപോയിട്ടാണ്. 9 കോടി രൂപ നിങ്ങൾ അതിന് വകയിരുത്തി 5 കോടി രൂപ നിങ്ങൾ അതിന് ചെലവാക്കി. ഒരു മടിയില്ല നിങ്ങൾക്ക് പൈസ കക്കുന്നതിനും. ഹൈമാസ് ലൈറ്റ് വെക്കും, അതിന് മുമ്പിൽ ഒരു ബോർഡ് വെക്കും. ഇതിനു വേണ്ടി മാത്രം ഹൈമാസ് ലൈറ്റ് 3-4 ലക്ഷം രൂപ ഹൈമാസ് ലൈറ്റ് മാത്രം ചെലവാക്കുന്ന ഒരു കൗമ്. എന്താ ഇതിന് പറയാ? ഞങ്ങൾ രാഷ്ട്രീയം മാത്രം പറയാ, വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ ഒതുക്കുങ്ങൽ ടൗണിൽ വന്നത്. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, സമയം വളരെ വൈകി.
ഒരു കാര്യം ഈ ടൗണിൽ വെച്ച് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ പോലെ 25% വേങ്ങരക്കും 75% സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അതുപോലും പറയാൻ സൗകര്യമില്ലാത്ത ആളുകളാണ് മത്സരിക്കാൻ വരുന്നത്. മുഴുവൻ സമയം വേങ്ങരയിൽ നിൽക്കാം എന്ന് പോലും പറയാതാ. അതാണ് LDF മുന്നോട്ട് വെച്ച സഭാവ് കൊണ്ടുപോയിക്കൽ ഈ ടൗണിൽ വെച്ച് പറയുന്നത്. ഞങ്ങൾക്ക് വിവരമില്ല, നിങ്ങളിങ്ങനെ പറഞ്ഞു. കാരണം വിവരമില്ലാത്ത വിവരമുള്ളവരെ കുറ്റം പറയുക ഉറപ്പാ. ഞങ്ങളെ വിവരങ്ങൾ അളക്കണ്ട. ഈ സംസ്ഥാനത്ത് 2 പ്രാവശ്യം ഭരണത്തിൽ കയറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞെന്താ ഈ ഹൈവേനെ സംബന്ധിച്ച്? അത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. നല്ലത് ആര് പറഞ്ഞാലും നമ്മൾ നല്ല കൈയടിക്കും. അതൊന്നും നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല. നിങ്ങളുടെ ഈ അങ്ങാടിയിൽ വെച്ച് ഞങ്ങൾ പറയാണ്, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ പല പ്രാവശ്യം 5ഓ 6ഓ തവണ നിങ്ങൾ വോട്ട് ചെയ്തു. ഈ വോട്ട് LDF മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കത്രിക അടയാളത്തിൽ, ഞാൻ ആവേശത്തിലല്ല പറയണ്ടേ, സങ്കടത്തോടുകൂടി ഞങ്ങൾ പറയുന്നത്, നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അമാനത്തായി സബാഹിനെ ഏൽപ്പിച്ചാൽ ഈ നാട് ഇതുവരെ കാണാത്ത അവസാനത്തെ 10ലാണ്, 140ൽ അവസാനത്തെ 10ലാണ് വേങ്ങരുള്ളത്. നിങ്ങൾക്ക് കളിയാക്കിക്കൊണ്ടേയിരിക്കാം. കാരണം നിങ്ങൾക്ക് സൗകര്യങ്ങളുണ്ട്, നിങ്ങൾ സ്വന്തമായി നടക്കാൻ നിങ്ങൾക്ക് സ്ഥലമുണ്ട്. ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. 140ൽ അവസാനത്തെ സ്ഥാനമുള്ള വേങ്ങരയെ നിങ്ങൾ അമാനത്തായി ഒരു വോട്ട്, ഒറ്റ വോട്ട്, ഒരു പ്രാവശ്യം സഭായിൽ നിങ്ങൾ ചെയ്യി. എന്നിട്ട് നിങ്ങൾക്ക് പറയാം, ആ വോട്ട് അമാനത്തായി സഭായിൽ തന്നു കഴിഞ്ഞാൽ LDFന്റെ നേതാക്കന്മാരടക്കം ഞങ്ങൾ സാക്ഷി നിർത്തി പറയാണ്, നിങ്ങൾക്ക് വേങ്ങരയിൽ എങ്ങനെയാണ് വികസനം കൊണ്ടുവരാമെന്ന് ഞങ്ങൾ കാണിച്ചുതരാം. ആദ്യത്തെ 10ലാണ്, ആദ്യത്തെ 1, 2, 3 ഉണ്ട്. അതിന് ഒഴിവ് വേണം. നിങ്ങൾക്ക് ഒഴിവ് പോലും ഇല്ല. ഞങ്ങളെ കാണാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ അഥവാ വന്നാൽ നിങ്ങളെ കുറെ ആളുകൾ ഉണ്ടാവും മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. അവരെ കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പിന്നെ എവിടെ നിങ്ങൾക്ക് സമയം? നിങ്ങൾക്ക് ഓരോ യൂണിറ്റിലുള്ള തർക്കങ്ങൾ തീർക്കാനേ സമയമുള്ളൂ. മത്സരിച്ച് ജയിച്ചു പോയാൽ ഞങ്ങളെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല. ഈ പറഞ്ഞ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതാ. ഈ സ്ഥാനാർത്ഥി തന്നെ എന്റെ എതിര് ഭാഗത്ത് മത്സരിക്കുന്ന എന്റെ സുഹൃത്തു കൂടിയ ഷാജി സാഹിബ് പറഞ്ഞതാണ്. അത് വീണ്ടും കേട്ടോളൂ. 25% വേങ്ങരയിലേക്കും ബാക്കി 75% സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലേക്കുമാണ് ഞാൻ മത്സരിക്കുന്നത്. വേങ്ങര എന്ന പറഞ്ഞ് ചെറിയ സ്ഥലത്തേക്കെല്ലാം സൗകര്യം ഉണ്ടെങ്കിൽ മത്സരിച്ചാൽ പോരെ. വേങ്ങരക്ക് 140 മണ്ഡലങ്ങളിലേക്ക് 140 MLA മത്സരിക്കുമ്പോ ഈ വേങ്ങരയിലേക്ക് മാത്രം എന്തെങ്കിലും ഇത്ര മടി? ഞങ്ങൾ വീണ്ടും പറയുന്നു, വേങ്ങര വേങ്ങര വേങ്ങര. നിങ്ങൾക്ക് ഈ വേങ്ങരനുള്ളിലെ സ്ഥലം കേൾക്കുമ്പോ തന്നെ പ്രശ്നമാണ്. ഇന്നൊരു സ്ഥലം ഞങ്ങൾ ലാസ്റ്റ് വന്ന് നെട്ടിച്ചാടിയാ. നിങ്ങൾ അവിടെ കാണുമ്പോ നെട്ടിച്ചാടും. നിങ്ങൾ നടാടെയാണ് നെട്ടിച്ചാടി കാണണ്ടേ. ഇപ്പൊ നെട്ടിച്ചാടി കൂടെ ഒക്കെ നിങ്ങൾ നടക്കൽ തുടങ്ങി. നിങ്ങൾ നെട്ടിച്ചാടിയൊന്നും കണ്ടിട്ടില്ല. വേങ്ങരയിലെ കരിമ്പിൽ നിങ്ങൾ കണ്ടിട്ടില്ല. അഞ്ചർമ്മങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാ അഞ്ചർമ്മങ്ങൾ കാണൽ തുടങ്ങി. എന്തേ നിങ്ങൾക്ക് ഒരു പേടി? ഇപ്പൊ മത്സരം അതാണ്. അല്ലാതെ നിങ്ങളെ മാർക്ക് തോന്നിയാസം പറയലല്ല. ആളെ അവഹേളിക്ക. നിങ്ങൾക്ക് മാത്രം വിവരമുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും വിവരമില്ല. അപ്പൊ അതാണ് പറഞ്ഞു, വളരെ വിനയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾക്കൊന്നും ചൂടാകില്ല. നിങ്ങൾ നല്ലോ ചീത്ത പറഞ്ഞോളി. നിങ്ങൾ എത്ര പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പറയില്ല കേട്ടോ, അത് ഉറപ്പിച്ചോളി. നിങ്ങൾക്ക് എന്തും പറയാം, പിതാവിനെ പറയാം, മാതാവിനെ പറയാം, ഒക്കെ പറയാം. ഞങ്ങൾ പറയില്ലേ, അത് ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ വീട്ടിൽ നിന്ന് വന്ന ആളുകളെ ഞങ്ങൾ നല്ല സംസ്കാരമുള്ള വീട്ടിൽ നിന്ന് വരുന്ന നിങ്ങൾ പറഞ്ഞോളി. മതവും രാഷ്ട്രീയവും കുഴച്ചങ്ങൾ പറഞ്ഞോളി. ഞാൻ ഇതാ പറയുന്നത് വീണ്ടും, ഒരു വോട്ട് കത്രിക ചിഹ്നത്തിൽ സഭ കൊണ്ടുപോയിട്ടുള്ള LDF മുന്നോട്ട് ഭാഗമായി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ചെയ്താൽ ആ വോട്ട് നിങ്ങൾക്ക് പാഴാവൂല എന്ന് ഒതുക്കുങ്ങൽ അങ്ങാടിയിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. LDFന്റെ നേതാക്കളെ വെച്ച് ഉറപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹത്തിൽ പൊതിഞ്ഞ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.